ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ വ്ളോഗും അതേപോലെ എൻ്റെ കിച്ചൻ്റെ വ്ളോഗും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാറ്. അപ്പം നമുക്ക് ഒരെണ്ണത്തിൽ മാത്രമായിട്ട് ഒതുങ്ങാൻ പറ്റില്ല, കേക്കിൻ്റെ വീഡിയോസ് തന്നെ ചെയ്യാനും പറ്റില്ല. അന്ന് എൻ്റെ കിച്ചൻ്റെ വ്ളോഗും കാര്യങ്ങളും മാത്രമായിട്ട് കൊണ്ടുപോകാനും പറ്റില്ല. കാരണം കേക്ക് എന്ന് പറഞ്ഞാൽ അതെൻ്റെ പാഷനാണ്. 5-6 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ആ ഒരു വീഡിയോസ് ഒഴിവാക്കാൻ പറ്റില്ല. എൻ്റെ യൂട്യൂബ് ഇത്രയും സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഇത്രയൊക്കെ ആയത് തന്നെ എൻ്റെ കേക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു വന്നവരാണ് കേട്ടോ. കാരണം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഫുള്ള് കേക്ക് ഡെക്കറേറ്റ് ചെയ്യണ ഷോർട്സും അതേപോലെ ലോങ് വീഡിയോ ആണെങ്കിലും ഒക്കെ കേക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബേക്കിങ്ങായിട്ട് വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഇത്രയും വരെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് കേക്കിൻ്റെ വീഡിയോസ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അത് മാത്രം കൊണ്ട് നടന്നിട്ടും കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എൻ്റെ ഫാമിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതും എൻ്റെ കേക്കിൻ്റെയും ഒക്കെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തവർ എന്നെ മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് നമുക്ക് റമളാനിൽ തന്നെ ഉണ്ടായിരുന്ന കേക്കിൻ്റെ ഓർഡേഴ്സ് തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നമുക്ക് 2-3 കേക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഒരു കേക്കിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കപ്പ് കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്ക് വന്നിട്ട് 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ കേക്കിൻ്റെ ഡിസൈനൊക്കെ കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ തന്നെ ചെയ്ത എൻ്റെ കേക്കിൻ്റെ പേജിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമുക്ക് റെഫറൻസ് ആയിട്ട് നമ്മുടെ കേക്കിൻ്റെ പിക്ക് തന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു അഭിമാനമുള്ളൊരു നിമിഷമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. കാരണം നമ്മൾ ചെയ്ത കേക്കിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അത് തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ട് സെയിം അതേപോലെ തന്നെ ചെയ്യാൻ പറയണത്. അപ്പോൾ അങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈനായിരുന്നു കേട്ടോ ഇത്. ആ കേക്കിലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നത് ഈ ഫ്രണ്ടിൽ ഈ ഫുട്ബോൾ തട്ടണ ആ ഒരു കൊച്ചിൻ്റെ പ്രിൻറ്റ് നമ്മൾ ചെയ്ത കേക്കിൽ ഉണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം സെയിം അതേപോലെ തന്നെയായിരുന്നു. അപ്പം എനിക്കൊരാഗ്രഹം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നാവും എന്ന് വിചാരിച്ച് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇഷ്ടം പോലെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന രീതിക്ക് ചെയ്തോളാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒരു കൊച്ചിനെയും കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഫുട്ബോളിൽ പേര് പ്രിൻ്റ് എടുത്ത് വെച്ചേക്കണതും ഞാൻ ഈ കേക്കിൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ് കേട്ടോ. മുമ്പത്തെ നമ്മുടെ റെഫറൻസിൽ അതുണ്ടായില്ല. അപ്പോൾ ഈ കേക്കിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 3 കപ്പ് കേക്കും ഉണ്ടായിരുന്നു. കപ്പ് കേക്കും ചോക്ലേറ്റ് തന്നെയായിരുന്നു കേട്ടോ. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറായിരുന്നു. അപ്പോൾ ഈ കപ്പ് കേക്ക് ഇങ്ങനെ പതിഞ്ഞ് വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ട വന്നു. എടുത്ത് മാറ്റിയിട്ട് വേറൊരു കേക്ക് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ കപ്പ് കേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയ സമയത്ത് ആ പൊങ്ങിയ ബാറ്റർ അങ്ങനെ തന്നെ താന്ന് വന്നതാണ് കേട്ടോ. അന്ന് വെച്ചാൽ ടേസ്റ്റിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. എന്നാലും അങ്ങനെ ഇരിക്കാൻ കാണുമ്പോൾ നമുക്കൊരു വിഷമം. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ കപ്പ് കേക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിക്ക് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞോളൂ. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ബോളും ഒക്കെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടെ പ്രിൻ്റ് എടുത്തു. അപ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത് ചെയ്യാൻ എടുത്ത കേക്ക് എന്ന് പറയുന്നതും 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ നോമ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ റെഗുലർ കസ്റ്റമർ തന്നെയാണ് കേട്ടോ. ഇത് 4th ബർത്ത്ഡേക്ക് വാങ്ങിച്ച കേക്കാണ് ഈ 2 കേക്കും. അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ മുതൽ നമ്മുടെ അടുത്ത് തന്നെയാണ് കേക്ക് വാങ്ങണത്. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് 1 kg 1.5 kg ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നവർ ഇതിപ്പോൾ റമളാൻ മാസം ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ 1/2 kg ഒതുക്കിയത്. പിന്നെ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് എല്ലാ വർഷവും കേക്കിന് കൂടുതൽ കപ്പ് കേക്കും വാങ്ങാറുള്ളതാണ്. അതപ്പോൾ ഈ വർഷം അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നോമ്പിൻ്റെ ഒരു ഹാങ് ഓവർ കൊണ്ടാണ് കേട്ടോ ഞാൻ സംസാരിക്കണത്. എനിക്ക് തീരെ ഒരു എനർജി ഇല്ലാത്ത പോലെ. അപ്പോൾ കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നോമ്പ് വരും ദിവസങ്ങളിൽ ഇങ്ങനെ നോമ്പ് ഭയങ്കര കഠിനമായിട്ടാണ് കേട്ടോ വന്നത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ 2ാമത്തെ 10 തീരാനായ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്. ഇതുവരെ വലിയ കാര്യമായിട്ടുള്ള ക്ഷീണമൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് എന്തായാലും ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് കിട്ടിയ സമയത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കേക്കല്ല കേട്ടോ, വേറെ ഒരു ഇൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് എടുത്ത് അയച്ചു തന്നതാണ്. അത് നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തു. സെയിം ഇതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു റെഡ് കളർ ചോക്ലേറ്റ് ഡ്രിപ്പിങ്ങും ഉണ്ടായിരുന്നു. അതും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു. ഇത് ഇല്ലെങ്കിലും പ്രശ്നമില്ലാന്നായിരുന്നു അവർ പറഞ്ഞത്. പിന്നെ ഞാൻ അതായിട്ട് ഇനി ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര ഒരു പെർഫെക്ഷൻ വന്നില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ 3ാമത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോഫി ഫ്ലേവറിൽ വരുന്ന കേക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കോഫി ഫ്ലേവറിൽ വരുന്ന കേക്ക് ഞാൻ ചെയ്യൽ വളരെ കുറവാണ്. എനിക്ക് ഓർഡർ വരലും കുറവാണ്. പക്ഷെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നമുക്ക് ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ് ഓർഡർ ക്യാൻസൽ ചെയ്യുമല്ല, വേറൊരു ഫ്ലേവർ കസ്റ്റമറിനെ കൊണ്ട് സെലക്ട് ചെയ്യിക്കലാണ് പതിവ്. ഇതിപ്പോൾ അവരോട് ഈ കയ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോലും അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായില്ല. കോഫി കേക്ക് തന്നെ മതിയെന്നും പറഞ്ഞ് അതിൽ തന്നെ ഉറച്ച് നിൽക്കാമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല.
അറിഞ്ഞില്ലല്ലോ. അപ്പം നമ്മൾ കുറേ റെഫറൻസും കുറേ വീഡിയോസും ഒക്കെ കണ്ടിട്ട് എൻ്റെതായ രീതിക്ക് ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷേ ഇതിൽ യാതൊരുവിധ കയ്പും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഡിസൈൻ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും നമ്മൾ ക്രീം തികയുണ്ടായിരുന്നില്ല. അത്രയത്തിന് വേണ്ടി ഇനി ക്രീം ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്ത് ഞാൻ അവിടെ അതങ്ങനെ ഒപ്പിച്ചു. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ടിരിക്കുന്ന രീതിയിലേക്ക് ആക്കിയാൽ മതിയല്ലോ, അതങ്ങനെ വലിയ സീനുള്ള കാര്യമില്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ചെയ്തു. അതൊരു ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കായിരുന്നു കേട്ടോ. പക്ഷേ അവർക്ക് ഭയങ്കര സിമ്പിൾ ആൻഡ് മിനിമലായിട്ടുള്ള കേക്ക് മതിയായിരുന്നു. അപ്പോൾ അവർ തന്നെ മോഡൽ അയച്ച് തന്ന് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തു. പിന്നെ നമ്മൾ 3 കേക്കിലും കൂടെ ഒരുമിച്ച് ഫോണ്ടൻറ്റ് വർക്ക്സൊക്കെ ചെയ്തു. നെയിമും അതേപോലെ ലാസ്റ്റ് ചെയ്ത കേക്കിൽ കുറച്ചധികം ഹേർട്സും വയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ചെയ്തെടുത്തത്. കാരണം 3 കേക്കും ഏകദേശം ഒരു സമയത്ത് കൊടുക്കാനുള്ളതായിരുന്നു. അതായത് നമുക്ക് റമളാൻ മാസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ നോമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടാണല്ലോ കേക്ക് മുറിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് കൊടുക്കാനുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുമിച്ച് ഫോണ്ടൻറ്റ് വർക്ക്സൊക്കെ ചെയ്യാൻ പറ്റി. സാധാരണ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ കൊടുക്കേണ്ട കേക്കാകുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്തെടുത്തു. കുഞ്ഞു കുഞ്ഞു ഹാർട്സ് കേക്കിൽ വയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്തെടുത്ത് അതേപോലെ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ ഇതൊരു ദിവസത്തെ നമ്മുടെ കേക്കിൻ്റെ ഓർഡറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പിന് വേണ്ടിയിട്ടുള്ള വലിയ കാര്യമായിട്ടുള്ള പണികളൊക്കെ ഓൾറെഡി ഞാൻ ചെയ്ത് വച്ചേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കേക്കിൻ്റെ ഓർഡറിലായിട്ട് അങ്ങനെ കൂടുതൽ നിൽക്കാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പഴയ ലോങ് വീഡിയോസും ഷോർട്സൊക്കെ കാണുന്നവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക്സും അതേപോലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.